നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും. നമ്മുടെ ശരീരത്തിൽ ഓരോ നിമിഷവും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ? അതിനു മുമ്പേ നമ്മൾ കൊച്ചു ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യമാണ് നമ്മുടെ ജീവൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ, ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അല്ലെങ്കിൽ ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ആരാണ്? സെൽസ് ആണ്. അതുപോലെ ഒരുപാട് തരത്തിലുള്ള സെൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസ്ഥികോശങ്ങൾ, പേശികോശങ്ങൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കോശങ്ങളുണ്ട്. അപ്പം കോടാനുകോടി കോശങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ കാണപ്പെടുന്നുണ്ട്. ഈ ഓരോ കോശത്തിലും അനുനിമിഷം ധാരാളം മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾക്കനുസരിച്ചൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ആ പ്രവർത്തനങ്ങളെയെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനും അതിനെ നിയന്ത്രിച്ചു കൊണ്ടും ഏകോപിപ്പിച്ചു കൊണ്ടും ഒക്കെ പോകുന്നതിന് നമ്മുടെ ഒരു വ്യവസ്ഥ ആവശ്യമാണ്. അപ്പം വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 9ാം ക്ലാസ്സിൽ പലതരത്തിലുള്ള വ്യവസ്ഥകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ദഹന വ്യവസ്ഥ, രക്തപര്യന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ അല്ലേ, ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥ, അതായത് നെർവസ് സിസ്റ്റം. നമ്മുടെ ഈ പാഠഭാഗത്തിനകത്ത് നാഡീവ്യവസ്ഥയെക്കുറിച്ചും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചും അവ നിർവഹിക്കുന്ന ധർമ്മങ്ങളെക്കുറിച്ചും അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ പാഠത്തിൻ്റെ പേരാണ് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. നമ്മുടെ പാഠഭാഗത്തിനകത്ത് അതിമനോഹരമായൊരു ചിത്രം കാണാം. അപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള ജീവികളെയും അവരുടെ എന്തൊക്കെയോ അനുഭവങ്ങളെയൊക്കെ നമുക്ക് അതിനകത്ത് വ്യക്തമാക്കാം. നോക്കിയേ, ഒബ്സർവ് ദ പിക്ചർ. ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസംസ് ഹാവ് വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസസ്. ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങളും അവരുടെ എക്സ്പീരിയൻസസും നമുക്ക് ഈ ചിത്രത്തിൽ കൂടി വ്യക്തമാകുന്നുണ്ട്. നോക്കിയേ, ആ മാവിൻ്റെ ചുവട്ടിലൊരു കുട്ടി ഇരുന്ന് മാമ്പഴം കഴിക്കുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ മുഖത്ത് തന്നെ നോക്കുമ്പോൾ അറിയാം അതെന്തോ അത് ഭയങ്കര സന്തോഷത്തിലല്ലേ, അത് അതിൻ്റെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. അതുപോലെ തൊട്ടടുത്ത് ഒരു കുട്ടി ഇങ്ങനെ മുഖത്ത് വെള്ളം എടുത്ത് ഒഴിക്കുന്നുണ്ട്, മുഖം കഴുകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് 2 കുട്ടികളിൽ നിന്നൊരു പാട്ട ഇങ്ങനെ കൊട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനമായിട്ടായിരിക്കാം പക്ഷികൾ പറന്നു പോകുന്നത് അല്ലേ? പിന്നെ തൊട്ട് താഴെ നോക്കി ഒരു കുട്ടി ഇങ്ങനെ ഒരു ഒച്ചിനെ തൊടുന്നുണ്ട്. അപ്പം ആ ഒച്ചിനെ തൊടുമ്പം അതിൻ്റെ സ്വാഭാവികമായിട്ടും ഒച്ച എന്തായിരിക്കും ചെയ്യുന്നത്? അതിൻ്റെ ശരീരം ഉള്ളിലേക്ക് വലിക്കുന്നു. അപ്പം ദ വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസസ് ഓഫ് സം ഓർഗാനിസംസ് ആർ ഗിവൺ ഇൻ ദ ഇൻട്രൊഡക്ടറി പിക്ചേഴ്സ്. അതിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസസ് നൽകുന്നുണ്ട്. അതിലെന്തുവാ? എ ചൈൽഡ് ടേസ്റ്റിംഗ് എ മാംഗോ, കുട്ടി മാമ്പഴം തിന്നുന്നു. എ സ്നൈൽ വിഡ്രോയിങ് ഇറ്റ്സ് ബോഡി ഇൻ ടു ദ ഷെൽ വെൻ ഇറ്റ് ഈസ് ടച്ച്ഡ്, തൊടുമ്പോഴത്തേക്ക് ഒച്ച് അതിൻ്റെ ശരീരം ഉള്ളിലേക്ക് വലിക്കുന്നു. ഫീൽ കോൾഡ് വെൻ വാഷിംഗ് ഫേസ്, മുഖം കഴുകുമ്പോഴത്തേക്ക് എന്തായാലും രാവിലെ കാണുമ്പോൾ തന്നെ അതൊരു പ്രഭാതമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം അത് വെള്ളമെടുത്ത് മുഖം കഴുകുമ്പോഴത്തേക്ക് മുഖത്ത് ഒരു ഫീലിംഗ് തണുക്കുന്നുണ്ട്, അല്ലെ തണുപ്പ് എന്ന ഫീല് കുട്ടിക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ദെൻ ബേർഡ്സ് ആർ ഫ്ലൈയിങ് വെൻ മേക്കിംഗ് സൗണ്ട്. ഈ കുട്ടികൾ സൗണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പറന്ന് പോകുന്നുണ്ട്. അപ്പം ഇവിടെ കുട്ടികളും മറ്റ് ജീവികളുമൊക്കെ എന്തിനോടൊക്കെയോ പ്രതികരിച്ചിട്ടുണ്ട് അല്ലേ? അത് എന്തിനോടൊക്കെയാണ് പ്രതികരിച്ചിരിക്കുന്നതെന്നറിയാവോ? നോക്കേ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ടു വിച്ച് ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസംസ് റെസ്പോണ്ട്. ഏതൊക്കെയാണ്? ടേസ്റ്റ്, കുട്ടിക്ക് മാമ്പഴം കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടായി. ദെൻ ടച്ച്, തൊട്ടു, ഒച്ചിനെ തൊട്ടില്ലേ. പിന്നെ സ്മെല്ല്, മണം, അവിടെ ഫ്ലവേഴ്സൊക്കെ നിൽപ്പുണ്ട്. ദെൻ ആ പാട്ടയുടെ സൗണ്ട് കേട്ടപ്പോഴല്ലേ പക്ഷി പറഞ്ഞത്. പിന്നെ ലൈറ്റ്, സൂര്യപ്രകാശം, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള റെസ്പോൺസസ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള റെസ്പോണ്ടുകൾ കാണിച്ചില്ലേ? അപ്പം ജീവികളിൽ ഇതുപോലെ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം പ്രേരണകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലൈ. The senses that evoke responses in organisms are called stimuli. ഇങ്ങനെ അങ്ങനെ പ്രതികരണം നമ്മൾക്ക് കിട്ടിയ ഒരു പ്രേരണ കിട്ടിയപ്പോഴാണ് നമ്മൾ പ്രതികരിച്ചത്. അപ്പോൾ ചോദിക്കട്ടെ,
ഇങ്ങനെ ഈ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് മാത്രമാണോ നമുക്ക് ഈ ഉദ്ദീപനങ്ങൾ, അപ്പം നമ്മൾ വിളിച്ചത് ഉദ്ദീപനങ്ങളാണ്, ഈ ഉദ്ദീപനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് മാത്രമാണോ കിട്ടുന്നത്? ഡു വി റെക്കഗ്നൈസ് സ്റ്റിമുലൈ ഓൺലി ഫ്രം അവർ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ്? നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് മാത്രമാണോ നമുക്ക് ഇതുപോലുള്ള ഉദ്ദീപനങ്ങൾ തിരിച്ചറിയാനാകുന്നത്? ഇപ്പം നമ്മൾ സാധാരണ നമുക്ക് വിശക്കും അല്ലേ, വിശക്കാറുണ്ട്, നമുക്ക് ദാഹിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വിശക്കുവാണെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കും, ദാഹിക്കുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വെള്ളം കുടിക്കും. അപ്പം ഈ വിശപ്പ്, ദാഹം ഇതുപോലുള്ള ഇവയും ഉദ്ദീപനങ്ങൾ തന്നെയാണ്, സ്റ്റിമുലയാണ്. ഇതുപോലുള്ള ഉദ്ദീപനങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രതികരിക്കാറുണ്ട്. ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആർ സ്റ്റിമുലൈ ഫോംഡ് ഇൻസൈഡ് ദ ബോഡി അല്ലേ, നമ്മുടെ ബോഡിക്കുള്ളിൽ നിന്ന് വരുന്ന സ്റ്റിമുലൈകളാണ് ഹങ്കർ എന്നും തേഴ്സ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഉദ്ദീപനങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്നു. അപ്പം ഇത്തരം ഉദ്ദീപനങ്ങളെ നമ്മൾ ഒരു പേര് വിളിക്കുന്നു. എന്താ അത്? ഇൻറ്റേർണൽ സ്റ്റിമുലൈ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും വന്ന സ്റ്റിമുലൈ ആയതുകൊണ്ട് വി ക്യാൻ സേ that are internal stimuli. So we can conclude the stimuli are of two types, which are the external stimuli and internal stimuli. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് internal stimuli and നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഉദ്ദീപനങ്ങളെ ബാഹ്യ ഉദ്ദീപനങ്ങൾ അഥവാ എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ കാലിലൊരു മുള്ളു കൊള്ളും. അതല്ലെങ്കിൽ നമ്മൾ അടുക്കളയിലെങ്ങാണ് എന്തെങ്കിലും എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അടുപ്പിലിരിക്കുന്ന സാധനത്തിനകത്ത് നമ്മുടെ കൈ തട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേദനിക്കും. അപ്പം നമ്മൾ കൈ വലിക്കും അല്ലെങ്കിൽ കാല് വലിക്കും. അപ്പം വേദനിച്ചു അല്ലേ, നമുക്ക് വേദനിച്ചോടല്ലേ നമ്മൾ കൈ വലിച്ചു. വേദനിച്ചില്ലെങ്കിൽ നമ്മൾ കൈ വലിക്കുമോ? ഇല്ല. അപ്പം വേദനിച്ചു എന്ന ഒരു ഫീലിംഗ്, അതായത് വേദനയെ തിരിച്ചറിയാനുള്ള എന്തോ ഒന്ന് നമ്മുടെ ശരീരത്തിലുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കൈ വലിച്ചത് അല്ലെങ്കിൽ കാല് വലിച്ചത്. ഓക്കെ, അപ്പം വേദന, ചൂട്, തണുപ്പ് തുടങ്ങി എല്ലാ ഉദ്ദീപനങ്ങളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഇതുപോലുള്ള ഒരുപാട് സവിശേഷ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സവിശേഷ കോശങ്ങളെയാണ് നമ്മൾ ഗ്രാഹികൾ എന്ന് പറയുന്നത്. എന്താണ് ഗ്രാഹികൾ? ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലൈ. ഇതുപോലുള്ള പ്രതികരണങ്ങളെ അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളെ തിരിച്ചറിയാനായിട്ട്, പ്രതികരണങ്ങളെയല്ല, ഉദ്ദീപനങ്ങളെ തിരിച്ചറിയാനായി നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന സവിശേഷ കോശങ്ങളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഗ്രാഹികൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ സാധാരണ എല്ലാ കോശങ്ങൾക്കും ഉള്ളതുപോലെ, എല്ലാ സെൽസിനും ഉള്ളതുപോലുള്ള സ്പെഷ്യാലിറ്റീസ്, സവിശേഷതകൾ ഈ ഗ്രാഹി കോശങ്ങൾക്കും ഉണ്ട്. ഈ ഗ്രാഹി കോശങ്ങൾ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങളെ നമ്മൾ രൂപപ്പെടുത്തുന്നു. ദ റിസപ്റ്റേഴ്സ് റിസീവ് സ്റ്റിമുലൈ ആൻഡ് ജനറേറ്റ് സ്യൂട്ടബിൾ റെസ്പോൺസസ്. കൃത്യമായിട്ടുള്ള റെസ്പോൺസസ് അത് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നു. ഓക്കെ, ഇനി ഇതിന് കുറച്ചും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നതിന് 1-2 എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ഒരു കുട്ടിയുടെ മുമ്പിൽ ഒരു 1-2 ഒന്നും വേണ്ട 2-3 വയസ്സൊക്കെയുള്ള കൊച്ചിൻ്റെ മുമ്പിൽ നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും എടുത്തുകൊണ്ട് വെക്കുക. അപ്പോൾ ഈ കുട്ടി ഈ പാത്രത്തിലിരിക്കുന്ന സാധനം എടുത്ത് രുചിച്ച് നോക്കുന്നു. അപ്പോൾ രുചിച്ച് നോക്കിയിട്ട് അപ്പോൾ ഇത് ഉപ്പാകുമ്പോൾ നമ്മൾ ഒരുമാതിരി പുളിപ്പ്, ആ കുട്ടിയുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് ഒരുമാതിരി പുളിപ്പ് എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. അതല്ല പഞ്ചസാരയാണെങ്കിൽ കുട്ടിക്ക് നല്ല മധുരം എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ആ കുഞ്ഞിൻ്റെ മുഖത്ത് നിന്ന് അത് വ്യക്തമാകും. ഒരു പക്ഷേ കുറച്ചും കൂടെ സംസാരിക്കാനൊക്കെ അറിയുന്ന പ്രായമാണെങ്കിൽ ഇത് ഉപ്പാണെന്നും ഇത് പഞ്ചസാരയാണെന്നും കുട്ടി പറയും. അപ്പം നാവിൻ്റെ തുമ്പിൽ ഉപ്പിനെയും പഞ്ചസാരയും വേർതിരിച്ചറിയാനുള്ള ആരുണ്ടായിരുന്നു? ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ റിസപ്റ്റേഴ്സ് അഥവാ ഗ്രാഹികൾ ഉണ്ടായിരുന്നു. ഇനി ഈ ഉപ്പോ പഞ്ചസാരയോ നമ്മുടെ കൈത്തണ്ടയിലോ നമ്മുടെ കൈയുടെ പുറത്തോ മുഖത്തോ ഒക്കെ തേച്ചെന്ന് വെച്ചോ, അപ്പം നമുക്കതിൻ്റെ രുചി അറിയാൻ സാധിക്കുമോ? ഇല്ല. എന്താ സാധിക്കാത്തത്? ഈ ഉപ്പിനെയും പഞ്ചസാരയിലും പുളിപ്പിനെയും ഉപ്പിനെയും മധുരത്തിനെയും ഒന്നും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹികൾ നമ്മുടെ ഈ ത്വക്കിലോ അല്ലെങ്കിൽ അവിടെ ഒന്നും ഉണ്ടായില്ല.
അതായത് ചില ഗ്രാഹികൾ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, എന്നാൽ ചില ഗ്രാഹികൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണപ്പെടുന്നുണ്ട്. ഇപ്പം വേദന, ചൂട്, തണുപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് എന്തെങ്കിലും വെച്ച് കുത്തുകയോ അല്ലെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴുമ്പോൾ മുറിയുകയൊക്കെ ചെയ്താൽ നമുക്ക് വേദനിക്കത്തില്ലേ? അല്ലെങ്കിൽ തണുപ്പ്, ഒരു ഐസ് കട്ട എടുത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലേ? അപ്പം ചില ഗ്രാഹികൾ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമേ കാണത്തുള്ളൂ, ചില ഗ്രാഹികൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രാഹികളുടെ പ്രവർത്തനം മൂലമാണ് നമ്മുടെ ശരീരത്തിനകത്ത് നിന്നും പുറത്തു നിന്നും, അതായത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റിമുലേ വി കുഡ് റെക്കഗ്നൈസ്, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലും സെൻസ് ഓർഗൻസിലും എല്ലാം ഇത്തരത്തിലുള്ള ഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട്. വേറൊരു എക്സാമ്പിളോടെ പറയാം. ഇപ്പം നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ കൂട്ടുകാരുടെ അല്ല അടുത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആരുടെയെങ്കിലും മുടിക്കകത്തൊന്ന് നുള്ളണം. എന്ത് ചെയ്യണം? നുള്ളണം. വലിക്കാനല്ല പറഞ്ഞത്. വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കും. ജസ്റ്റ് നുള്ളുക. നുള്ളിക്കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കുമോ? ഇല്ല. വേദനിക്കുമോ? ഇല്ല. പക്ഷെ അവിടെ ഈ വേദന എന്ന് പറയുന്ന അല്ലെങ്കിൽ നുള്ളി, ആ വേദന എന്ന് പറയുന്നൊരു ഒരു സ്റ്റിമുലേ ഉണ്ടായി, പക്ഷെ അതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. കാരണം തിരിച്ചറിയണമെങ്കിൽ നമുക്കവിടെ എന്ത് വേണം? ഗ്രാഹികൾ വേണം, റിസപ്റ്റേഴ്സ് വേണം. അപ്പം മുടിക്കകത്ത് ഈ വേദനയെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഉദ്ദീപനങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള റിസപ്റ്റേഴ്സ് അവിടെ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് തോന്നാഞ്ഞത് അല്ലെങ്കിൽ അടുത്തിരുന്ന വ്യക്തിക്ക് വേദന തിരിച്ചറിയാൻ സാധിക്കാഞ്ഞത്. അപ്പം ഉദ്ദീപനങ്ങളെ, അതായത് സ്റ്റിമുലേ തിരിച്ചറിയുക മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളെ രൂപപ്പെടുത്തുക എന്നതും ഈ റിസപ്റ്റേഴ്സിൻ്റെ ഫങ്ഷനാണ്. ദ റിസപ്റ്റേഴ്സ് റിസീവ് സ്റ്റിമുലേ ആൻഡ് ജനറേറ്റ് സ്യൂട്ടബിൾ റെസ്പോൺസസ്. കൃത്യമായിട്ടുള്ള റെസ്പോൺസസ് അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. റിസപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ദ സെൽ ഐഡൻറ്റിഫൈങ് സ്റ്റിമുലേ ആൻഡ് ക്രിയേറ്റിംഗ് മെസ്സേജസ് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇതെവിടെ കൊണ്ടുപോകണം? നമ്മുടെ തലച്ചോറിൽ. ഈ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ, നമ്മൾ കൈ വലിക്കണമെങ്കിൽ ആര് പറയണം? നമ്മുടെ തലച്ചോറ് പറയണം കൈ വലിക്കാൻ. എങ്കിൽ മാത്രമേ നമ്മൾ കൈ വലിക്കത്തുള്ളൂ. അപ്പം ഉദ്ദീപനങ്ങളെ തിരിച്ചറിയുകയും ആവശ്യമായ സന്ദേശങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും പ്രതികരണ പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മുടെ മസ്തിഷ്കവും അനുബന്ധ ഭാഗങ്ങളും സജ്ജമാകുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ സദാ നിയന്ത്രിക്കുകയും ഇങ്ങനെ അതിനെല്ലാം ഇങ്ങനെ ഏകോപിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് നാഡീവ്യവസ്ഥ, nervous system. The receptors receive stimuli and generate suitable impulses. Responses occurs when the impulses generated by the receptors or receiving the stimuli reach the brain. Brainil എത്തിച്ചേരണം. The nervous system controls and coordinates these actions. ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും അതിനെ എല്ലാം കൂടെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ഓൺ ദ നെർവസ് സിസ്റ്റം. ഇനി നമ്മൾ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങളേക്ക് എന്തോ ഒരു ചെറിയ സംഭവമാണ് നെർവസ് സിസ്റ്റം എന്ന്. ഒരിക്കലും അല്ല. ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ 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 വലുതായിട്ട് വ്യാപിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് കിടക്കുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, ഇനി നോക്കിയേ, ആ നെർവസ് സിസ്റ്റത്തിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. There are mainly 3 important parts. അതിൽ കാണുന്ന ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്. ബ്രെയിൻ തൊട്ട് താഴെ ബ്രെയിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് സ്പൈനൽ കോഡ്, അതായത് സുഷുമ്ന, തലച്ചോറ് സുഷുമ്ന, അതൊരു ഇലോങ്ങേറ്റഡ് പാർട്ടായിട്ട് കാണപ്പെടുന്നു. പിന്നെ അത് കൂടാതെ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ഇരുവശത്തേക്കുമായിട്ട് നീണ്ടു പോകുന്ന ഭാഗം നമുക്ക് കാണാം. അതാണ് നെർവ്സ്, അതായത് നാഡികൾ. അപ്പം പ്രധാനമായിട്ടും ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്, തലച്ചോറ്, സുഷുമ്ന, നാഡികൾ, ഇത് 3ഉം ചേർന്നാണ് മനുഷ്യൻ്റെ നെർവസ് സിസ്റ്റം അഥവാ നാഡീവ്യവസ്ഥ ഉണ്ടായിരിക്കുന്നത്.
അപ്പം ഈ നാഡീവ്യവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഒരുപാട് നാഡീകോശങ്ങൾ കൊണ്ടാണ്. നാഡീകോശങ്ങൾ അഥവാ ന്യൂറോൺസ്. അപ്പം വി ക്യാൻ സേ ദാറ്റ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് ന്യൂറോൺസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അവർ ബോഡി ഈസ് cells. Same like that, the basic unit of nervous system is neurons. nervous systemത്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂറോൺസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂറോൺസിൻ്റെ സ്ട്രക്ചറാണ്. നമ്മൾ പറഞ്ഞു neurons or nerve cells is the basic structural unit of the nervous system എന്ന് പറഞ്ഞു. nervous systemത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ന്യൂറോൺസ് ആണ്. അപ്പം നമുക്ക് ന്യൂറോൺസിനെ കുറിച്ച് പഠിക്കാം. ബട്ട് ലൈക്ക് ഓൾ അതർ സെൽസ് ദ ന്യൂറോൺ ഹാസ് എ സെൽ മെംബ്രെയിൻ. നമ്മൾ പറഞ്ഞ എല്ലാ സെൽസിനെ പോലെയും സാധാരണയുള്ള എല്ലാ സെൽസിനെ പോലെ ന്യൂറോണിനും എന്തുണ്ടെന്നറിയാവോ? സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ഒരു ന്യൂറോണിനും സാധാരണ എല്ലാ കോശങ്ങളെയും പോലും സെൽ മെംബ്രെയിനും സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കണ്ടിന്യൂഷനായിട്ട് വരുന്ന പാർട്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കേ, അതിനകത്ത് ആ ന്യൂക്ലിയസ് അടയാളപ്പെടുത്തിയേക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ദെൻ സെൽ ബോഡി, ഒരു സെല്ലിൻ്റെ ഒരു ബോഡി, കോശ ശരീരം എന്ന് പറയാം. മർമ്മം, കോശ ശരീരം. ദെൻ സൈറ്റോപ്ലാസം, അതിനകത്ത് കോശദ്രവ്യവും നിറഞ്ഞിരിപ്പുണ്ട്. ഇനി അതിൻ്റെ ഭാഗങ്ങൾ നോക്കാം. ഒന്നാമത് ഡെൻഡ്രൈറ്റ്. ആദ്യം സെൽ ബോഡി എന്ന് നമ്മൾ പറഞ്ഞു കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ഒരു യു പോലെ ഇങ്ങനെ കാണപ്പെടുന്ന ഭാഗം കണ്ടോ? അതിനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺ. ഷോർട്ട് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഷോർട്ട് ഫിലമെന്റ്സ് ആണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡെൻഡ്രോണിൻ്റെ തന്നെ ബ്രാഞ്ചസ്, ചെറിയ ബ്രാഞ്ചസ്, വേരുകൾ കണക്ക് കാണപ്പെടുന്നുണ്ടോ? അതിനെ പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്. എന്താണ്? ഡെൻഡ്രൈറ്റ്. അപ്പോൾ ഡെൻഡ്രൈറ്റ് നമുക്ക് ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ എന്ന് പറയുന്നു. ഇനി ആ കോശ ശരീരത്തിൽ നിന്നും സെൽ ബോഡിയിൽ നിന്നും നീണ്ട് വടി പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ആക്സോൺ. നോക്കേ, ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഫ്രം ദി സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് നീണ്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ആക്സോൺ, ലോങ്ങസ്റ്റ് ഫിലമെന്റ്. ഇനി നോക്കേ, ഈ ആക്സോൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് അതിൻ്റെ തന്നെ ആക്സോണിൻ്റെ തന്നെ ബ്രാഞ്ചിനെ നമുക്ക് കാണപ്പെട്ടൂടെ? ആ ആക്സോണുകൾ നീണ്ട് താഴെ ശാഖകളായി മാറുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് ആക്സോണൈറ്റ്. ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ആണ് ആക്സോണൈറ്റ്. അതുപോലെ ആ ആക്സോണിൻ്റെ ഏറ്റവും തുമ്പിൽ ഒരു കുഞ്ഞു ഉണ്ടകൾ പോലെ കാണാമല്ലോ, അതിനെ പറയുന്ന പേരെന്താണ്? സിനാപ്റ്റിക് നോബ്. പേര് പറഞ്ഞേ, സിനാപ്റ്റിക് നോബ്. ടിപ്പ് ഓഫ് ആക്സോണൈറ്റ് എന്ന് പറയാം. ഇനി അത് കൂടാതെ ഈ ആക്സോണിനെ വലയം ചെയ്തുകൊണ്ട് ചില പ്രത്യേക തരം കോശങ്ങളുണ്ട്. അപ്പം അവയ്ക്കും ആ വ്യക്തമായ ന്യൂക്ലിയസ് അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കാണപ്പെടുന്ന പ്രത്യേക തരം കോശങ്ങളെയാണ് എന്ത് പറയുന്നത്? നോക്കേ, ഷ്വാൻ സെൽസ്. ഏത് സെൽസാണ്? ഷ്വാൻ സെൽസ്. എൻസർക്കിൾസ് ദി ആക്സോൺ. ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന കോശങ്ങളാണ് ഷ്വാൻ സെൽസ്. ഓക്കെ, ദെൻ വി ക്യാൻ ലേൺ അബൌട്ട് ദ ഫങ്ഷൻസ് ഓഫ് ദാറ്റ് പാർട്സ്. ഈ പാർട്സിൻ്റെ ഫങ്ഷൻസ് കൂടി നമുക്ക് പഠിക്കാം. നമുക്കറിയാം, ഓൾ പാർട്സ് ഹാവ് ദെയർ ഓൺ ഫങ്ഷൻസ്. എല്ലാ ഭാഗത്തിനും അവയുടേതായ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതിൽ നോക്കിയ സെൽ ബോഡി, ഒന്നും കൂടി പറയാം, സെൽ ബോഡി, അതുകൂടാതെ ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, ദെൻ ഷ്വാൻ സെൽസ്. ഇത്രയും പാർട്ടാണ് പഠിച്ചത്. അതിനകത്ത് നോക്കിയേ, ഡെൻഡ്രൈറ്റ്. അപ്പം നമ്മൾ പറഞ്ഞു ഡെൻഡ്രൈറ്റ് ദാറ്റ് ആർ ദ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ആണ്. ദെൻ പാർട്സ് ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. തൊട്ടടുത്ത് കാണപ്പെടുന്ന ന്യൂറോണിൽ നിന്ന്. അപ്പം നമുക്കറിയാം, ഈ ന്യൂറോൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചെയിൻ രൂപത്തിൽ നമ്മളെ ബോഡിയിൽ ഇങ്ങനെ ചെയിൻ ആയിട്ട് കാണപ്പെടുന്നതാണ്. അപ്പം ഓരോ ന്യൂറോൺസും പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പം തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും ഇമ്പൾസസ്, നമ്മൾ ചൂടിൽ തൊട്ടു അല്ലെങ്കിൽ തണുപ്പ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടു എന്നുള്ള ഇമ്പൾസസിനെ സ്വീകരിച്ച് തൊട്ടടുത്ത അഡ്ജസൻറ്റ് പാർട്ടിലേക്ക് കൊടുക്കുക എന്നതാണ് നമ്മുടെ ഡെൻഡ്രൈറ്റിൻ്റെ ഫങ്ഷൻ.
പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ, തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും ഇമ്പൾസസിനെ സ്വീകരിക്കുന്നു. അതിനി അപ്പം ഡെൻഡ്രൈറ്റിൻ്റെ കയ്യിൽ എത്തി ഇമ്പൾസ് അല്ലേ. ദെൻ ഇനി ഇതാരുടെ കയ്യിലോട്ടാണ് പോകുന്നതെന്ന് നോക്കേ, ഡെൻഡ്രോണിൻ്റെ നോക്കേ, ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ്സ്. അപ്പം ഈ ഡെൻഡ്രൈറ്റ്സ് ആർക്കാ പിന്നെ പാസ് ചെയ്യുന്നത്, ഡെൻഡ്രോണിന് പാസ് ചെയ്യുന്നു. ഈ ഡെൻഡ്രൈറ്റിൽ നിന്നും ഡെൻഡ്രോൺ ഇങ്ങോട്ട് മേടിച്ചു. ഇനി ഈ ഡെൻഡ്രോൺ ആർക്കാ പാസ് ചെയ്യുന്നതെന്ന് നോക്കേ, ഡെൻഡ്രോൺ വിച്ച് പാസസ് ഇമ്പൾസസ് ടു ദി സെൽ ബോഡി. ഓക്കെ, ഡെൻഡ്രൈറ്റ് കൊടുത്തത് ഡെൻഡ്രോണിന്, ഡെൻഡ്രോണ് കൊടുത്തത് സെൽ ബോഡിക്കകത്ത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലേ. ഇനി സെൽ ബോഡിക്കകത്ത് നിൽക്കുവാണ് ഇമ്പൾസസ്. ഇനി ഈ ഇമ്പൾസസ് ഇനി എങ്ങോട്ടാ, സെൽ ബോഡിയുടെ കണ്ടിന്യൂവേഷൻ ആരാന്നാണ് നമ്മൾ പറഞ്ഞത്, ആക്സോൺ. അപ്പം ആക്സോൺ വിച്ച് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. സെൽ ബോഡിയിൽ നിന്നും ആക്സോൺ ഈ പറയുന്ന ഇമ്പൾസസിനെ പുറത്തേക്ക്, ശരീരത്തിൻ്റെ പുറത്തേക്ക്, ശരീരം എന്ന് വെച്ചാൽ സെൽ ബോഡി, അതായത് കോശത്തിൻ്റെ ന്യൂറോണിൻ്റെ അവിടുന്ന് സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കടത്തിവിടുന്നു. ദെൻ ഈ ആക്സോണിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോയി അതിൻ്റെ ബ്രാഞ്ചായിട്ട് തിരിയുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ആക്സോണൈറ്റ്. അപ്പം ആക്സോണൈറ്റ് എന്താ ചെയ്യുക, ക്യാരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. ഓക്കെ, ആക്സോണൈറ്റിൻ്റെ ഏറ്റവും തുമ്പിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ ബബിൾസിനെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞു. അപ്പം ഈ സിനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസസിനെ എത്തിക്കുക എന്നതാണ് ആക്സോണൈറ്റിൻ്റെ ധർമ്മം. വൺസ് മോർ, ഡെൻഡ്രൈറ്റ് എവിടെ കൊടുക്കുന്നു, ഡെൻഡ്രോണിന് കൊടുക്കുന്നു. ഡെൻഡ്രോൺ ഇത് പാസ് ചെയ്ത് സെൽ ബോഡിയിലേക്ക് വിടുന്നു. സെൽ ബോഡിയിൽ നിന്നും ആക്സോൺ, ദെൻ ആക്സോണൈറ്റ്, ദെൻ വിച്ച് ഈസ് പാസസ് ടു ദി സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഈ ഇമ്പൾസസ് അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ പറഞ്ഞു ഈ ആക്സോൺ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇലോങ്ങേറ്റഡ് ഫിലമെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാം, നമ്മളൊരു കയറൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടുന്നു. ഇങ്ങനെ വലിച്ചു കെട്ടുമ്പോഴത്തേക്ക് ഈ കയറെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. അപ്പം ഈ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന ആക്സോണിനെ പൊട്ടിപ്പോകാതിരിക്കാൻ ഒരു ഫിലമെൻ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു ഫിലമെൻ്റ് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഈ നീളം കൂടി കിടക്കുന്നത് കൊണ്ട് ഇത് മുറിഞ്ഞു പോകാതിരിക്കാൻ ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന ഭാഗമാണ് ഷ്വാൻ സെൽസ്. നമ്മൾ പറഞ്ഞില്ലേ, ഷ്വാൻ സെൽസ് വിച്ച് എൻസർക്കിൾസ് ദ ആക്സോൺ. ഇതിങ്ങനെ വലിഞ്ഞ് പൊട്ടിപ്പോകാതിരിക്കാൻ ഒരു ബലത്തിന് വേണ്ടി കാണപ്പെടുന്ന പാർട്ടാണ് ഷ്വാൻ സെൽസ്. അതുപോലെ ഈ ആക്സോണിന് ചുറ്റും ഇനി മയലിൻ ഷീത്ത്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ മയലിൻ ഷീത്ത്? അതൊരു തിളങ്ങുന്ന ഒരു സൈസ് വെള്ള ഒരു ഷീത്താണ്. ഈ ആക്സോണിന് ചുറ്റും മയലിൻ ഷീത്ത് എന്ന ഒരു ആവരണം രൂപപ്പെടുത്തുക എന്നതാണ് ഷ്വാൻ സെൽസിൻ്റെ ഫങ്ഷൻ. ഒന്നുകൂടെ പറയാം, ആക്സോൺ ഇലോങ്ങേറ്റഡ് ആയതുകൊണ്ട് അത് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആക്സോണിന് ചുറ്റും മയലിൻ ഷീത്ത് എന്ന ഒരു ആവരണം രൂപപ്പെടുത്തുക എന്നതാണ് ഷ്വാൻ സെൽസിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അപ്പം ഈ മിക്ക ന്യൂറോണുകളുടെയും ആക്സോണിനെ കൊഴുപ്പടങ്ങിയ ഒരു മയലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിനെ പറയുന്ന പേരാണ് മയലിൻ ഷീത്ത്. The axons of most of the neurons are repeatedly encircled by the myelin. A membrane contain lipid contain ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണത്. ദിസ് ഈസ് കോൾഡ് മയലിൻ ഷീത്ത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ചിത്രത്തിനകത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഫോർമേഷൻ ഓഫ് മയലിൻ ഷീത്ത് എന്ന് അവർ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ആക്സോണിനെ കൊഴുപ്പടങ്ങിയ ഒരു സ്ഥലമുണ്ട്, അതിനെയാണ് മയലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഈ മയലിൻ ഷീത്ത് ആക്സോണിനകത്ത് 2 തരത്തിലാണ് രൂപപ്പെടുന്നത്. എങ്ങനെയാണ്? 2 തരത്തിൽ രൂപപ്പെടുന്നുണ്ട്. അതായത് മയലിൻ ഷീത്ത് വാസ് ഫോംഡ് ഇൻ 2 ways. The myelin sheath formed by Schwann cells. Schwann cells അതിൽ കാണിച്ചിരിക്കുന്ന കണ്ടോ? And myelin sheath formed by oligodendrocyte. This is also another type of ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത്. ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മുടെ വായിൽ ഫെമിലിയർ ആകണമെങ്കിൽ യു ഷുഡ് റിപ്പീറ്റഡ്ലി
സേ ദ ഒളിഗോഡെൻഡ്രോസൈറ്റ് 5 times. ഓക്കെ, ഒളിഗോഡെൻഡ്രോസൈറ്റ് അങ്ങനെ ഒരു 5-6 പ്രാവശ്യം പറയുമ്പോൾ നമുക്ക് ആ വേർഡ് ഫെമിലിയർ ആവും. ഓക്കെ, അപ്പം ശ്വാൻ കോശങ്ങൾ രൂപപ്പെടുന്ന മൈലിൻ ഷീത്തും ഉണ്ട്, ഒളിഗോഡെൻഡ്രോസൈറ്റ് രൂപപ്പെടുത്തുന്ന മൈലിൻ ഷീത്തും ഉണ്ട്. ആ ചിത്രത്തിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും ശ്വാൻ സെൽസ് ആണ്, ഒന്ന് ഒളിഗോഡെൻഡ്രോസൈറ്റ് ആണ് ന്യൂറോണിലെ. അപ്പം അതിനകത്ത് ശ്വാൻ സെൽസ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതിനകത്ത് ആക്സോൺ എന്ന് കാണുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഈ ആക്സോണിന് ഇങ്ങനെ ഒരു ചുറ്റി കാണപ്പെടുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ശ്വാൻ സെൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് അടയാളപ്പെടുത്തിയേക്കുന്ന കണ്ടല്ലോ. അത് രണ്ടും എന്തോന്ന് ഇപ്പം പറഞ്ഞുതരാം. അപ്പം ചിത്രത്തിനകത്ത് മൈലിൻ ഷീത്ത് 2 തരത്തിൽ രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ശ്വാൻ സെൽസ് എങ്ങനെയാണ് മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നതെന്ന് വെച്ചാൽ അത് സിമ്പിളാണ്. അതായത് the Schwann cells are repeatedly encircled by axon. അത് ക്ലിയർ അല്ലേ ആ പടത്തിനകത്ത്? Schwann cells repeatedly encircle the axon. As a result, myelin sheath is formed. അങ്ങനെ തന്നെയാണ് മൈലിൻ ഷീത്ത് ഉണ്ടാകുന്നത്. ചുറ്റിയിരിക്കുന്നു, അതാണ് മൈലിൻ ഷീത്ത്. ഓക്കെ, അപ്പോൾ ശ്വാൻ കോശങ്ങൾ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നത് മൂലമാണ് മൈലിൻ ഷീത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എങ്ങനെയാണ്? ഹൗ ദ ഒളിഗോഡെൻഡ്രോസൈറ്റ് ഫോംഡ് ബൈ മൈലിൻ ഷീത്ത്. എങ്ങനെ ഒളിഗോഡെൻഡ്രോസൈറ്റ് മൈലിൻ ഷീത്ത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ ഒന്നോ അതിലധികമോ ആക്സോണുകളെ വലയം ചെയ്തുകൊണ്ട് ആണ് മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നത്. സെയിം ഇപ്പം നമ്മൾ ശ്വാൻ സെൽസ് പറഞ്ഞതുപോലെ തന്നെ ഒളിഗോഡെൻഡ്രോസൈറ്റും ഈ പിന്നെ ഒന്നോ ആക്സോണുകൾ ഇങ്ങനെ വലയം ചെയ്യും. അങ്ങനെ തന്നെയാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകളും രൂപപ്പെടുന്നത്. ദ ഒളിഗോഡെൻഡ്രോസൈറ്റ് ഈസ് കവേർഡ് ഡിഫറെൻറ്റ് ആക്സോൺ സൈമിൾട്ടേനിയസ്ലി ഓർ ബൈ കവറിങ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സെയിം ആക്സോൺ. ഷോൺ സെൽസ് കവർ ചെയ്തതുപോലെ തന്നെ ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്യും. അങ്ങനെ തന്നെയാണ് ഈ മൈലിൻ ഷീത്ത് ഉണ്ടാകുന്നത്. അപ്പം 2 രീതിയിലും മൈലിൻ ഷീത്തുകൾ രൂപപ്പെടാം. ഓക്കെ, അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇത് രണ്ടും തമ്മിൽ എന്താ പ്രത്യേകത അല്ലെങ്കിൽ വ്യത്യാസമൊന്ന്. അപ്പം നമ്മൾ നേരത്തെ നാഡീവ്യവസ്ഥയുടെ ഒരു പിക്ചർ നോക്കിയില്ലായിരുന്നോ? ഇതിനകത്ത് നാഡീവ്യവസ്ഥയുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ 3 പാർട്സ് നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. മസ്തിഷ്കം, സുഷുമ്ന ആൻഡ് നാഡികൾ എന്ന് നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് ഈ നാഡികൾ, അതായത് നേഴ്സിൽ നാഡികളിലെ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ശ്വാൻ കോശങ്ങൾ കൊണ്ടാണ്. നാഡികളിലെ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ശ്വാൻ സെൽസ് കൊണ്ടാണ്. അപ്പം ബാക്കി 2 ഭാഗം, അതായത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, അവിടെ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും രൂപപ്പെട്ടിരിക്കുന്നത് ഈ നമ്മൾ പറഞ്ഞ ഒളിഗോഡെൻഡ്രോസൈറ്റ് ആണ്. മൈലിൻ ഷീത്ത് വാസ് ഫോംഡ് ഇൻ 2 ways. ബ്രെയിനിലും മസ്തിഷ്കത്തിലും സുഷുമ്നയിലും കാണപ്പെടുന്ന മൈലിൻ ഷീത്ത് മുഖ്യമായും ഉണ്ടായിരിക്കുന്നത് ഈ ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ കൊണ്ടാണ്. അപ്പം നമ്മളിപ്പോൾ നോക്കിയത് മൈലിൻ ഷീത്ത് വാസ് ഫോംഡ് ഇൻ 2 ways എന്ന് പറഞ്ഞു. ഓക്കെ, ഐഡിയ ക്ലിയർ ആയല്ലോ. ഇനി ഈ മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ് കാണപ്പെടുന്നത്. മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദ മൈലിൻ ഷീത്ത് ഹാസ് എ ഷൈനി വൈറ്റ് കളർ. മൈലിൻ ഷീത്തിന് എന്ത് കളറാണ്? തിളങ്ങുന്ന ഒരു സൈസ് വെള്ള നിറമാണ്. സോ ദ പാർട്ട് ഓഫ് നെർവ് സെൽസ് വിത്ത് മൈലിൻ ഷീത്ത് വിൽ ലുക്സ് വൈറ്റ് ഇൻ കളർ. അതുകൊണ്ട് തന്നെ മൈലിൻ ഷീത്ത് കാണപ്പെടുന്ന ഭാഗം, നെർവ് സെൽസിനകത്ത് മൈലിൻ ഷീത്ത് കാണപ്പെടുന്ന ഭാഗങ്ങളെല്ലാം വെള്ള നാഡീകോശങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം തലച്ചോറിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങളും കാണാം, ശരീരത്തിൻ്റെ ഏത് നാഡീകോശങ്ങളുള്ളതും കാണാം, ഇല്ലാത്തതും കാണാം. അപ്പം എല്ലാ നാഡീകോശങ്ങളും മൈലിൻ ഷീത്ത് ഉണ്ടാകണമെന്നൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നാഡീകോശങ്ങളിലെല്ലാം മൈലിൻ ഷീത്ത് ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല, അല്ലെങ്കിൽ ഇല്ല. സോ മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ നമ്മുടെ തലച്ചോറിലോ സുഷുമ്നയിലോ നമ്മുടെ ബ്രെയിനകത്തോ സ്പൈനൽ കോഡിലോ കാണപ്പെടുന്നെങ്കിൽ ആ ഭാഗം വെള്ള നിറത്തിൽ കാണപ്പെടുന്നു. അതിനെ വൈറ്റ് മാറ്റർ എന്നും മൈലിൻ ഷീത്ത് കാണപ്പെടാത്ത ഭാഗത്തിനെ ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ദ മൈലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആൻഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു.
ദ മൈലിൻ ഷീത്ത് ഹാസ് എ ഷൈനി വൈറ്റ് കളർ, തിളങ്ങുന്ന വെള്ള നിറമാണ്. ദ പാർട്സ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വെയർ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഇൻ അബണ്ടൻസ്, ധാരാളമായി കാണപ്പെടുന്നു. ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ, അങ്ങനെ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദ പാർട്ട് വെയർ നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഈസ് കോൾഡ് ഗ്രേ മാറ്റർ. അപ്പം ഇത് കാണപ്പെടാത്ത ഭാഗത്തിന് നമുക്ക് ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മൈലിൻ ഷീത്തിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദി ഫങ്ഷൻസ് ഓഫ് ദി മൈലിൻ ഷീത്ത്. ഇനി നമുക്ക് മൈലിൻ ഷീത്ത് എന്തോന്ന് മനസ്സിലായി, പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ ഈച്ച് സെൽസ് ഹാവ് ദെയർ ഓൺ സ്പെസിഫിക് ഫങ്ഷൻസ്, ഓരോ സെൽസിനും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. അപ്പം ഈ മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ആവരണം കണക്ക് അല്ല ഒരു കവറിങ് ആയിട്ട് കൊടുക്കുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പം അതാണ് വൺ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ വിച്ച് പ്രൊട്ടക്ട് ന്യൂറോണിന് സംരക്ഷണം നൽകുക എന്നതാണ് മൈലിൻ ഷീത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. ആൻഡ് സെക്കൻഡ് വൺ, ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, വിച്ച് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ. അപ്പം അതിന് പറയട്ടെ, നമ്മൾ ഒരു നാഡിയിൽ നിന്ന് ഈ ആവേഗങ്ങൾ പാസ് ചെയ്താണ് പോകുന്നത്. അപ്പം സാധാരണയായിട്ട് ഇപ്പം നമ്മൾ പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പം ഒരു ക്ലാസ്സിൽ ടീച്ചർ ചോദ്യം ചോദിക്കുകയെന്ന് വെച്ചാൽ, ചോദിക്കുമ്പോൾ ടീച്ചർ ഭയങ്കരമായിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്ന ടീച്ചറാണ് കേട്ടോ. അപ്പം ആ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്. ഈ 30 പേർക്കും അതിൻ്റെ ആൻസർ അറിഞ്ഞൂടെ. ഒറ്റ ഒരെണ്ണം പഠിക്കത്തില്ല, നോക്കിയോ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ടീച്ചറിന് ഭയങ്കര ദേഷ്യം. അങ്ങനെ ടീച്ചർ ചോദിക്കുക, അടിക്കുക, നല്ല 2 അടി കൊടുക്കുക, എന്നാലേ ഇവത്തുങ്ങൾ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ടീച്ചർ ആദ്യം ഇരിക്കുന്ന കൊച്ചിനെ ഇങ്ങനെ അടിക്കും. അങ്ങനെ അടിച്ച് വരിക, ഓരോ അടി വെച്ച് അടിക്കുന്നുള്ളൂ. അടിച്ചടിച്ചടിച്ച് വരുമ്പോൾ ഒന്നാമത്തെ കുട്ടി കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടി കഴിഞ്ഞ് അങ്ങനെ അടി കൊണ്ട് 15 പേര് കഴിഞ്ഞ് 16, 17, 18 ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആദ്യം അടിച്ച കുട്ടിക്കായിരിക്കും ഏറ്റവും ഭയങ്കര വേദനിക്കുന്ന അടി കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അടിച്ചടിച്ച് വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അടിയുടെ എന്ത് കുറഞ്ഞു വരും, ആ ഒരു എഫക്റ്റ് ഒന്ന് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ടീച്ചർ മടുക്കും, അടിച്ചടിച്ച്. അതുപോലെ തന്നെയാണ് നമ്മൾ സാധാരണ ഒരു നാഡിയിൽ നിന്നും മറ്റൊരു നാഡിയിലേക്ക് ഈ ഇമ്പൾസസ്, ആവേഗങ്ങൾ എന്തോന്ന് അറിയാലോ, നമ്മൾ ചൂടിൽ തൊട്ടു എന്നുള്ള ഒരു ന്യൂസ് അതിങ്ങനെ തലച്ചോറിലെത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു തോത് കുറയാനായിട്ട് ഒരു സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ തോത് കുറയാതിരിക്കാൻ ആക്സോൺ ഒരു കണ്ടക്ടറായി പ്രവർത്തിക്കുന്നു. അതായത് വൈദ്യുതിയെ കടത്തിവിടുന്നതിനാണ് നമ്മൾ സാധാരണ കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്റർ എന്ന് പറയും. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ വൈദ്യുത കമ്പികളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ഇലക്ട്രിക്കൽ കമ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതിനകത്തൊരു വയർ ചുറ്റിയിരിക്കുന്നുണ്ടല്ലേ, അപ്പോൾ ആ വയറ് തൊട്ടാൽ നമുക്ക് എറത്തടിക്കത്തില്ല. പക്ഷെ അതിൻ്റെ അകത്തുള്ള ഇലക്ട്രിക്കൽ കമ്പിയാണ് വൈദ്യുതിയെ കടത്തി വിടുന്നത്. അപ്പോൾ അതിനകത്തൂടെ കടന്നു പോകുന്ന ആ വൈദ്യുതി കറക്റ്റായിട്ട് പാസ് ചെയ്യാൻ, അതായത് കൊഴിഞ്ഞു പോകാതിരിക്കാൻ അതിനകത്തൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അതായത് അത് പോവരുത്, അതിനകത്തൂടെ തന്നെ കറക്റ്റായിട്ട് കയറി പോകണം. അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോണിനും ഒരു കവറിങ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒരു കവറിങ് ഇല്ലേ, ഷ്വാൻ സെൽസ്. അത് തന്നെയാണ് അതിനെ എൻസർക്കിൾ ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പം ഈ ആവേഗങ്ങളുടെ ഇങ്ങനെ ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്ന ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക എന്നത് ഈ മൈലിൻ ഷീത്തിൻ്റെ ധർമ്മമാണ്. വിച്ച് ആക്സിലറേറ്റ് ഇമ്പൾസസ്. അതുപോലെ ഈ പോകുന്ന ഇമ്പൾസസ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ്. ഒരു വൈദ്യുത ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നതും ആരാണ്? ഈ മൈലിൻ ഷീത്താണ്. കയറ്റിവിടും, ഇങ്ങനെ പെട്ടെന്ന് ഇതിനിങ്ങനെ കയറ്റിവിടും. അപ്പോൾ ഇതുപോലെ ഈ ആവേഗങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിന് പോഷക ഘടകങ്ങളും വേണ്ടേ? അപ്പോൾ അതാണ് ടീച്ചർ നേരത്തെ പറഞ്ഞത്, ആക്സോണിന് പോഷക ഘടകങ്ങളും ഓക്സിജനും ഒക്കെ നൽകുക എന്നതും ഈ മൈലിൻ ഷീത്തിൻ്റെ ധർമ്മം തന്നെയാണ്. അത് കൂടാതെ ഒരുപാട് ഈ ബാഹ്യക്ഷതങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബാഹ്യക്ഷതങ്ങളിൽ നിന്നൊക്കെ ആക്സോണിനെ സംരക്ഷിക്കുക എന്നതും ഈ മൈലിൻ ഷീത്തിൻ്റെ ധർമ്മമാണ്. പ്രൊട്ടക്ട്സ് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ
സംരക്ഷിക്കുക എന്നതും ഇതിൻ്റെ ധർമ്മമാണ്. അപ്പം നമ്മൾ ഈ പാട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കിയത് വാട്ട് ഈസ് മൈലിൻ ഷീത്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഹൗ ഡസ് മൈലിൻ ഷീത്ത് ഫോംസ്, 2 തരത്തിൽ രൂപപ്പെടുന്നത് നമ്മൾ പറഞ്ഞില്ലേ. ദെൻ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്, മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് നമുക്ക് മനസ്സിലായില്ലേ. ദെൻ വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ, അപ്പം വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. ഇനി ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. അപ്പം നമ്മൾ പറഞ്ഞു ഇതിനകത്തൂടി ഇമ്പൾസസ് ഒക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു പറഞ്ഞു അല്ലേ. അപ്പം അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇമ്പൾസസ് പാസ് ചെയ്ത് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനകത്ത് ഒരു പിക്ചർ കാണിച്ചേക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ പിക്ചറിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഫിഗർ 1.2, 1.2b അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിൽ നടക്കുന്ന ഏത് മാറ്റവും ന്യൂറോൺ വഴിയാണ് ബ്രെയിനിൽ എത്തുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം അത് 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പം പാഠപുസ്തകത്തിൻ്റെ കാണിച്ചേക്കുന്ന ആദ്യത്തെ പടത്തിനകത്ത് നോക്കി ഒരു ന്യൂറോണാണ്. അതിനകത്ത് ഇങ്ങനെ അവൾ ഒരു പൈപ്പ് കാണിച്ചേക്കുന്നത്. ഒരു ന്യൂറോണിനെ നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ പൈപ്പായിട്ട് കാണിച്ചേക്കുന്നത്. അപ്പോൾ സാധാരണ അവസ്ഥയിൽ ഒരു ന്യൂറോൺ ഇരിക്കുമ്പോൾ അതിൻ്റെ സെൽ ബോഡിക്കകത്ത് കോശ ശരീരത്തിനകത്ത് ഫുൾ നെഗറ്റീവ് ചാർജും പുറത്ത് ഫുൾ പോസിറ്റീവ് ചാർജും ആയിരിക്കും. അതായത് ഉദ്ദീപിപ്പിക്കപ്പെടാത്ത അവസ്ഥ. നോർമലി നമ്മുടെ ന്യൂറോൺ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. ന്യൂറോണിൻ്റെ ഉള്ളിൽ എപ്പോഴും നെഗറ്റീവ് ചാർജും പുറത്ത് എപ്പോഴും പോസിറ്റീവ് ചാർജും ആയിരിക്കും. ക്ലിയർ? ദെൻ ഇൻ ദ സെക്കൻഡ് സ്റ്റേജ്, അപ്പോൾ ഏതോ കോശസ്തരത്തിനകത്ത് ഏതോ ഒരു ഉദ്ദീപനം സംഭവിച്ചു. അതായത് നമ്മളൊരു ചൂടിലോ അല്ലെങ്കിൽ തണുപ്പിലോ അപ്പോൾ നമ്മൾ ന്യൂറോൺ ഉദ്ദീപിപ്പിക്കപ്പെടും. അപ്പോൾ ഉദ്ദീപനം സംഭവിച്ചപ്പോൾ ചൂടോ വേദനയോ എന്താവട്ടെ അവിടെ ചാർജുകൾ തമ്മിൽ വ്യത്യാസം സംഭവിക്കും. അതിനകത്ത് കാണപ്പെടുന്ന ചാർജുകൾ തമ്മിൽ വ്യത്യാസം സംഭവിക്കും. അപ്പം ഈ കോശസ്തരത്തിൽ ഉദ്ദീപനം നടന്ന ഭാഗത്ത് കോശസ്തരത്തിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും ആകും. കോശസ്തരത്തിൻ്റെ പുറം ഭാഗത്ത് പോസിറ്റീവ് ചാർജ് ആയിരുന്നു. ആ പോസിറ്റീവ് ചാർജ് അകത്തോട്ട് കടക്കുമ്പോൾ അകത്ത് നെഗറ്റീവ് ചാർജും പുറത്ത് എന്തായിരുന്നു പോസിറ്റീവ് ചാർജും ആയിരുന്നു. അപ്പോൾ ഉദ്ദീപനം നടന്നപ്പോൾ ഈ ചാർജുകൾ തമ്മിൽ എന്ത് സംഭവിക്കും? ഒരു ചേഞ്ച് സംഭവിക്കും. അപ്പോൾ പുറത്ത് നെഗറ്റീവ് ചാർജും അകത്ത് പോസിറ്റീവ് ചാർജും ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഈ ചാർജസ് തമ്മിൽ ഉണ്ടാകുന്ന വ്യതിയാനം, ഈ വ്യതിയാനം തൊട്ടടുത്ത ന്യൂറോണിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. നോക്കേ, ആ ചിത്രം 1.2bക്കകത്ത് എവിടെയോ ഒരു സ്റ്റിമുലസ് ഉണ്ടായി. ആ സ്റ്റിമുലസ് പിന്നെ തൊട്ടടുത്ത ഭാഗത്തേക്ക് ഇങ്ങനെ പാസ് ചെയ്തപ്പം പിന്നെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, അപ്പം ആദ്യം ഉദ്ദീപനം നടന്ന ഭാഗം വീണ്ടും പഴയ പടിയാവും. അപ്പം ഈ ചാർജ് വ്യത്യാസം എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു സ്റ്റേണായിട്ട് ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു പ്രോസസ്സല്ല. ഇത് ഒരു എന്താ പറയുക ഒരു നൈമിഷികമായിട്ട് പെട്ടെന്ന് സംഭവിക്കും, പെട്ടെന്ന് അതിന് മാറ്റം വരും. അപ്പം ഇങ്ങനെ ബാക്കി സ്ഥലങ്ങൾ പഴയ രീതിയിൽ ഇങ്ങനെ ആവും. അപ്പം ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇങ്ങനെ പാസ് ചെയ്താണ് എവിടെ എത്തിച്ചേരുന്നത്? നമ്മുടെ തലച്ചോറിൽ എത്തിച്ചേരുന്നത്. നോക്കേ, ദ ഔട്ടർ സർഫസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ ന്യൂറോൺ ഈസ് positively charged and the inner surface is negatively charged. This is due to the difference in the distribution of certain ions. അങ്ങനെ ഈ അയൺസിൽ ആ വ്യതിയാനങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത് ആ ഒരു അയോണിക രീതിയിലുള്ള ഒരു ചേഞ്ച് ആണ്. ഓക്കെ, ഉദ്ദീപനങ്ങൾ ഉണ്ടാകുമ്പോൾ when stimulated the distribution of ions in the particular part changes and hence the inner surface become positively charged and the outer surface become negatively charged. Okay, the momentary charge difference stimulates its adjacent parts. തൊട്ടടുത്തുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ഉദ്ദീപിപ്പിച്ച് ഇതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം ഇങ്ങനെയാണ് ദ ചാർജസ് ഓൺ ദ സൈഡ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. അതാണ് ഈ ഉണ്ടാകുന്ന ഈ അയോണിക വ്യതിയാനങ്ങളുടെ നമ്മൾ പറഞ്ഞില്ലേ, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ടാണ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് നമ്മൾ പറഞ്ഞില്ലേ. അതിൻ്റെ ആ ഒരു ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ദെൻ വി ആർ മൂവിങ് സിനാപ്സ്.
അപ്പം നിങ്ങൾ ഈ സിനാപ്സ് എന്ന് പറയുന്ന വേർഡ് കേട്ടുണ്ടായിരിക്കും, ഒരു പക്ഷേ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും കൊച്ചു ക്ലാസ്സിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ സിനാപ്സ്. അപ്പോൾ സിനാപ്സ് എന്ന് വെച്ചാൽ രണ്ട് നാഡികൾ തമ്മിലോ അല്ലെങ്കിൽ നാഡീകോശവും പേശികോശവുമായോ അല്ലെങ്കിൽ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. Okay, synapse is the junction between two neurons and a muscle cell or a neuron and a glandular cell. രണ്ട് നാഡികൾ തമ്മിലോ അല്ലെങ്കിൽ നാഡീകോശവും പേശികോശവും ഒക്കെ ആയിട്ട് നമ്മൾ നേരത്തെ സിനാപ്റ്റിക് നോബ് പഠിച്ചത് ഓർമ്മയുണ്ടോ? അതുപോലെ അവ തമ്മിലുള്ളൊരു ജംഗ്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. To make this possible, the impulses formed in a neuron are to be transmitted to the other neurons and associated cells. ഈ ആവേഗങ്ങൾ ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തി. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ സിനാപ്റ്റിക് നോബിൻ്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? സിനാപ്റ്റിക് നോബിലെത്തി അതെന്ന് വെച്ചാൽ ടിപ്പ് ഓഫ് ആക്സോണൈറ്റ് ആണ്, വിച്ച് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓർമ്മയുണ്ടോ പറഞ്ഞത്? ന്യൂറോ ട്രാൻസ്മിറ്റർ നാഡീയ പ്രേഷകങ്ങളെ സ്രവിക്കുന്നു. അപ്പം ആക്സോണിൽ നിന്നും വരുന്ന ഇമ്പൾസസ്, അതായത് ആവേഗങ്ങൾ, അതേ ഫോഴ്സിൽ തന്നെ ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ആക്സോണിൽ നിന്ന് ഇമ്പൾസസ് ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ തോത്, അതിന് ഒരു എഫക്റ്റ് കുറയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ആ എഫക്റ്റ് കുറയാതെ അതേ തോതിൽ തന്നെ തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് കൈമാറുന്നതിന് എങ്ങനെയാ? ആക്സോണിൽ നിന്ന് വരുന്ന ഇമ്പൾസസിനെ അതേ രൂപത്തിൽ തന്നെ തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ്, ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ന്യൂറോൺ തുടങ്ങുന്ന വീണ്ടും ഡെൻഡ്രൈറ്റ് അല്ലേ, അപ്പോൾ ആ ഡെൻഡ്രൈറ്റിലേക്ക് കൈമാറുന്നതിന് ആര് സഹായിക്കുന്നുണ്ട്? ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ അഥവാ നാഡീയ പ്രേഷകം സഹായിക്കുന്നുണ്ട്. When electric impulses from the axon reach the synaptic knob, synaptic knob-ൽ എത്തിക്കഴിഞ്ഞാൽ certain chemical substances are secreted. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ certain chemical substances അവർ സെക്രീറ്റ് ചെയ്യുന്നു. അപ്പം സെക്രീറ്റഡ് ഫ്രം ദെയർ ടു ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അതിനകത്ത് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാമല്ലോ, ഒരു വിടവ്. ആ വിടവിനെയാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അങ്ങനെ ഈ സ്രവിക്കുന്ന ഒരു ദ്രാവകത്തിന് പറയുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതെന്താ ചെയ്യുന്നത്? ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ്സ്, തൊട്ടടുത്ത് കാണപ്പെടുന്ന അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റിനെ ഇതിങ്ങനെ ഉത്തേജിപ്പിക്കും. ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ജനറേറ്റ്. പുതിയ ഇലക്ട്രിക് ഇമ്പൾസസിനെ ജനറേറ്റ് ചെയ്യുന്നു, ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഇലക്ട്രിക് ഇമ്പൾസസ് വീണ്ടും തൊട്ടടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്നു, പിന്നെ വീണ്ടും തൊട്ടടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ ഈ ആവേഗങ്ങൾ നാഡീയ പ്രേക്ഷകത്തിൽ കൂടി ഡെൻഡ്രൈറ്റിലെത്തി വീണ്ടും നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പം ഇതിനെ തുടർന്ന് ഇത് എവിടെ എത്തിച്ചേരുന്നു? ബ്രെയിനിൽ എത്തിച്ചേരുന്നു. ബ്രെയിൻ ഇതിനെ തിരിച്ചറിയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം കൃത്യമായിട്ട് ബ്രെയിൻ നമുക്ക് തരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ കൈ വലിക്കുന്നത്. ഇപ്പം പിന്നെ ഈ നാഡീയ പ്രേക്ഷകത്തിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അസെറ്റോകൊളൈൻ, ഡോപ്പമൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അസെറ്റോകൊളൈൻ ആൻഡ് ഡോപ്പമൈൻ ആർ എക്സാമ്പിൾസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പം ഈ പറയുന്ന ഇതൊക്കെ നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ മസ്തിഷ്കത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് കൂടുതലായും ഈ ഡോപ്പമൈൻ ആണ് കേട്ടോ. അപ്പോൾ ഇവയ്ക്ക് സിനാപ്സ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ടു സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. നമ്മൾ ആവേഗങ്ങളുടെ ദിശ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ കാലിലാണ് മുള്ളുകൊണ്ടത്. അപ്പോൾ കാലിൽ മുള്ളുകൊണ്ട കാര്യം നമ്മുടെ തലച്ചോറിലെത്തുകയും തിരിച്ച് തലച്ചോറ് അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ കാലിൽ തന്നെ എത്തണം. അല്ലാതെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ കൈയാണ് വലിക്കേണ്ടത്, കാലിലല്ലേ മുള്ളുകൊണ്ടത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡയറക്ഷനും സ്പീഡ് പെട്ടെന്ന് വലിക്കണം. നമ്മൾ ചൂടിനകത്ത് കൈവച്ചു അല്ലെങ്കിൽ അറിയാതെ കൈവച്ചു, അപ്പോൾ പെട്ടെന്ന് തന്നെ തലച്ചോറ് പറയാം കൈ വലിക്ക് എന്ന് പറയുന്ന നിർദ്ദേശം കിട്ടിയാൽ മാത്രമേ നമ്മൾ കൈ വലിക്കത്തുള്ളൂ. അതേസമയം തലച്ചോറിൽ നിന്നും ആ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നമുക്ക് കിട്ടിയില്ലെന്ന് വെച്ചോ,
കൈ വലിക്കുക എന്ന നിർദ്ദേശം നമുക്ക് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൈ അങ്ങനെ തന്നെ വെച്ചോണ്ടിരിക്കുക. നമുക്കറിയുന്നില്ല ഇത് ചൂടാണെന്ന്, പക്ഷേ നമ്മുടെ കൈ എന്ത് ചെയ്യും? പൊള്ളും. അപ്പം അങ്ങനെയുള്ള അപകടങ്ങളൊന്നും ഉണ്ടാകാതെ കൃത്യമായിട്ട് ആവേഗങ്ങളുടെ ദിശയും വേഗതയും ഒക്കെ ക്രമീകരിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഈ സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിനാപ്സ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. ഓക്കെ, ഇനി നോക്കേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് എന്ന് പറയുന്നതാണ് അടുത്തതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ആവേഗങ്ങളുടെ ദിശയും വേഗതയൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ് ദ ന്യൂറോൺസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു, ഈ ന്യൂറോൺസിനെ പ്രധാനമായും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. സെൻസറി ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. മോട്ടോർ ന്യൂറോൺ ക്യാരി ഇമ്പൾസസ് ടു ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. അതെന്തുവാന്ന് ഇപ്പം പറഞ്ഞുതരാം. കാരണം നമ്മൾ തൊട്ട് താഴെ നേഴ്സ് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ, അതിനകത്ത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വയറിംഗ് സിസ്റ്റമാണ് നാഡികൾ അഥവാ നെർവ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം എവിടെ എന്ത് സംഭവിച്ചാലും നമ്മൾ അറിയും അല്ലേ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്ത് എവിടെ എന്ത് സംഭവിച്ചാലും നമ്മൾ അറിയുന്നുണ്ട്. അപ്പം അതിനകത്ത് ഒരു ചിത്രത്തിനകത്ത് കാണിച്ചേക്കുന്നത് നോക്കേ, ആക്സോൺ എന്ന് അടയാളപ്പെടുത്തിയേക്കുന്ന കണ്ടോ, ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ്. അതിനകത്ത് കുറേ ആക്സോൺസ് കാണിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് എന്ന് പറയുന്നതാണ് നാഡികൾ. ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് എന്ന് പറയുന്നത് നാഡികളാണ്. കുറേ ആക്സോൺസ് കണ്ടോ, അതാണ് നാഡികൾ. നോക്കേ, യു നോ ദാറ്റ് നെർവ്സ് ആർ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ്, കണ്ടല്ലോ. ഓർ നെർവ് ഫൈബേഴ്സ്, അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സ് ആണ്. ദേ ആർ കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. അതിൻ്റെ ഒരു കവറിങ് കണ്ടോ, ഒരു റൗണ്ടായിട്ട്. അപ്പം കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ് അതിനെ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് കാണപ്പെടുന്നത്. ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ്: സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്രനാഡി. അതായത് സെൻസറി നെർവ്, മോട്ടോ നെർവ് ആൻഡ് മിക്സഡ് നെർവ്. അപ്പം അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ വൺ വേ റോഡ് എന്ന് കേട്ടിട്ടില്ലേ? വൺ വേ റോഡ് അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം വൺ വേ റോഡ്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താ? ഒരു സൈഡിൽ കൂടി മാത്രം വാഹനങ്ങൾ കടന്നു പോകും അല്ലേ. അപ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ്, ഒരു നേട്ടം എന്താണ്? അപ്പം വൺ വേ എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ കൂടി മാത്രമേ വാഹനങ്ങൾ പോകത്തുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് വേഗത്തിൽ, ഓവർ സ്പീഡ് എന്നല്ല പറയുന്നത്, കുറച്ച് വേഗത്തിൽ പോകാൻ കഴിയും. അപ്പം അപകടങ്ങൾ കുറവായിരിക്കും. അപ്പം എതിരെ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അല്ലേ, അത് കുറവാണ്. ആവശ്യമില്ലെന്ന് പറയുന്നില്ല, അത് ഒരു 90% സേഫാണ്. അതാണ് വൺ വേ റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സേഫ് ആണെന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് നിരന്തര സന്ദേശങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അല്ലേ. നമ്മൾ സെൽസ് ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. എന്ത് പ്രവർത്തനങ്ങൾ, അതായത് പുറമേ എന്ത് പ്രവർത്തനങ്ങളുണ്ടായാലും നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത്തരം സന്ദേശങ്ങളെ നമ്മൾ ഇമ്പൾസസ് എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞല്ലോ. ഇമ്പൾസസ് അഥവാ ആവേഗങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പം ഈ ആവേഗങ്ങൾ കടന്നു പോകുന്നത് നാഡീകോശങ്ങൾ കൂടെയാണ് എന്ന് നമ്മൾക്കിപ്പം ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. അപ്പം ഈ ഇങ്ങനെയുള്ള ഇമ്പൾസസിനെ തലച്ചോറിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നതും അവ തിരികെ എത്തിക്കുന്നതും ഈ ഒരേ നാഡികൾ കൂടിയാണോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാലിൽ മുള്ളു കൊള്ളുന്നു. അപ്പം കൃത്യമായിട്ട് കാലിൽ തന്നെ അതിൻ്റെ സന്ദേശം തിരിച്ചെത്തണം, എങ്കിലേ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ? കാലാണ് വലിക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകത്തുള്ളൂ. അപ്പം കൃത്യമായി ഡു ദ ഇമ്പൾസസ് ട്രാവലിംഗ് ത്രൂ ദ സെയിം ന്യൂറോൺ ടു ദ ബ്രെയിൻ ആൻഡ് വൈസ് വേഴ്സ. ഈ തലച്ചോറിലേക്ക് സുഷിമയിലേക്കും എത്തിക്കുന്നത് അവ തിരികെ എത്തിക്കുന്നതും ഒരേ നാഡികളിൽ കൂടെയാണോ? അല്ല. കാരണം സന്ദേശ ദിശയ്ക്കനുസരിച്ച് നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞതുപോലെ സന്ദേശ ദിശയ്ക്കനുസരിച്ച് രണ്ട് തരം നാഡീകോശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സെൻസറി ന്യൂറോൺസ് ആൻഡ് ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്ക്, മോട്ടോർ ന്യൂറോൺസ്.
ഓക്കെ, സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. അപ്പം സംവേദ നാഡികളും പ്രേരക നാഡികളും എന്ന് പറയാം. സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശം എത്തിക്കുന്ന നാഡികളാണ് സംവേദ നാഡികൾ. ദ ന്യൂറോൺസ് ദാറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, അതാണ് സംവേദ നാഡികൾ. അപ്പം തിരിച്ചും മോട്ടോർ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം തിരിച്ചപ്പോൾ മസ്തിഷ്കവും സുഷുമ്നയും പറയാം, കൈ വലിച്ചോ അല്ലെ കാല് വലിച്ചോ. അപ്പം മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ദ ന്യൂറോൺസ് ദാറ്റ് ക്യാരി ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി, അതാണ് പ്രേരക നാഡികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സന്ദേശങ്ങളുടെ ദിശയ്ക്കനുസരിച്ചാണെങ്കിൽ നമ്മുടെ നെർവ്സ് എന്ന് പറയുന്നത് പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് സെൻസറി നെർവ്സ്. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് which carries impulses from various parts of the body to the brain and spinal cord. Okay, sensory nerve എന്തിനെ സഹായിക്കുന്നത്? carries impulses from various parts of the body. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇമ്പൾസസിനെ, ആവേഗങ്ങളെ എവിടെ എത്തിക്കുന്നു? നമ്മുടെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മോട്ടോർ നെർവ്, അതായത് പ്രേരക നാഡി. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങളെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് മോട്ടോ നെർവ് അഥവാ പ്രേരക നാഡി, അവയുടെ ധർമ്മം. ആൻഡ് ദ നെക്സ്റ്റ് പാർട്ടീസ് അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നെർവ് ഈസ് സമ്മിശ്ര നാഡി. അപ്പം സെൻസറി നെർവും മോട്ടോ നെർവും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ചൊരു ലോജിക്കലി നമുക്ക് ചിന്തിക്കാൻ പറ്റും മിക്സഡ് നെർവ് ദാറ്റ് ഈസ് സമ്മിശ്ര നാഡി. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്ക് തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുക എന്നതാണ് സമ്മിശ്ര നാഡിയുടെ ധർമ്മം. ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. തലച്ചോറിൽ നിന്ന് സുഷുമ്നയിലേക്കും അതുപോലെ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും, അത് മിക്സഡ് നെർവാണ്. ഓക്കെ, അപ്പം നമ്മൾ നാഡികളും അവയുടെ പ്രത്യേകതകളുമാണ് പറഞ്ഞത്. സംവേദനാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി, സെൻസറി നെർവ്, മോട്ടോ നെർവ് ആൻഡ് മിക്സഡ് നെർവ്. അപ്പോൾ സെൻസറി നെർവ് വിച്ച് ഈസ് ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ്. അപ്പോൾ മോട്ടോ നെർവ് ആണെങ്കിൽ ഫോംഡ് ഓഫ് മോട്ടോ നെർവ് ഫൈബേഴ്സ്. മിക്സഡ് നെർവ് ആണെങ്കിൽ ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് മോട്ടോ നെർവ് ഫൈബേഴ്സ്. അപ്പം നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളെയും കൃത്യമായി തിരിച്ചറിയാൻ നമ്മുടെ ശരീരത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് നാഡീവ്യവസ്ഥ, വിച്ച് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്സ് അല്ലേ. നമ്മൾ പറഞ്ഞു നാഡീവ്യവസ്ഥ, നെർവസ് സിസ്റ്റം വിച്ച് കൺട്രോൾസ് ആൻഡ് കോഓർഡിനേറ്റ്സ് അല്ലേ. കോർഡിനേറ്റ്സ് ഓൾ ദ ഫങ്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾ. ദ നെർവസ് സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ആക്ഷൻസ്, ഓൾ ദ ആക്ഷൻസ് വിച്ച് ഈസ് ഹാപ്പൻസ് ഇൻ അവർ ബോഡി. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ വി ആർ മൂവിങ് ഓൺ ദ നെർവസ് സിസ്റ്റം. അപ്പം നമ്മളിനി പഠിക്കാൻ പോകുന്നത് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പം നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ അടുത്ത പാർട്ടിൽ മനസ്സിലാക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.